ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാന സ്ഥാനം എന്തിനെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേയുള്ളൂ: സെക്സ്. പക്ഷെ ഇത് പലപ്പോഴും ഏകപക്ഷീയമാകുന്നു എന്നാണ് ഭൂരിപക്ഷം സ്ത്രീകളുടെയും അഭിപ്രായം. രതിമൂർച്ച എന്തെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്ന് ഉണ്ടോ എന്നാണ് ചില സ്ത്രീകളുടെ മറുചോദ്യം. ആണുങ്ങൾ കാര്യം വേഗത്തിൽ കഴിച്ച് കിടന്നുറങ്ങുന്നവരാണെന്നാണ് കുറച്ച് സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ. രതിമൂർച്ചയെക്കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. ലൈംഗികബന്ധത്തിലൂടെ മാത്രമേ രതിമൂർച്ച ഉണ്ടാകൂവെന്നത് തെറ്റായ ധാരണയാണ്. 1/3 സ്ത്രീകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ലൈംഗിക സുഖം അനുഭവിക്കുന്നത്. സ്വയംഭോഗത്തിലൂടെയും വ്യായാമത്തിനിടെ രതിമൂർച്ച അനുഭവപ്പെടുന്നവരും ഉണ്ട്. വ്യത്യസ്ത മാർഗങ്ങളിലൂടെയുള്ള ലൈംഗിക സുഖത്തിൻ്റെ പരിസമാപ്തി എന്നാണ് രതിമൂർച്ചയ്ക്ക് ആധുനിക ശാസ്ത്രം നൽകിയിരിക്കുന്ന നിർവചനങ്ങളിൽ ഒന്ന്. കൂടാതെ ക്രിസരിയും G-സ്പോട്ടും ഉത്തേജിപ്പിച്ചാൽ 5 മിനിറ്റിനുള്ളിൽ ക്ലൈമാക്സിലെത്താനും കഴിയും. ഓരോ സ്ത്രീയുടെയും ഓരോ രീതിയിലുള്ള ഉത്തേജനം കൊണ്ടാണ് രതിമൂർച്ചയിലെത്താൻ സാധിക്കുക. ക്രിസരിയും G-സ്പോട്ടും ഉത്തേജിപ്പിക്കാൻ ശ്രമിച്ചിട്ടും രതിമൂർച്ച ഉണ്ടായില്ലെങ്കിൽ ആശങ്ക വേണ്ടെന്ന് ആണ് ഇതിൽ നിന്നും പറയുന്നത് കാര്യങ്ങൾ. ലൈംഗികബന്ധത്തിനിടെ ക്ലൈമാക്സ് കണ്ടെത്താൻ കഴിയാത്ത 10% സ്ത്രീകളാണുള്ളത്. കിടപ്പുമുറിയിൽ എന്ത് ചെയ്യണമെന്ന് ചിലർക്കെല്ലാം മുൻവിധികളും ഉണ്ടാകും. മറ്റു ചിലർക്കാണെങ്കിൽ അനുഭവ സമ്പത്തും. എന്നാൽ ദാമ്പത്യത്തിൽ ചില കാര്യങ്ങൾ സ്ത്രീകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പുരുഷൻ്റെ അവസ്ഥ പരിതാപകരമായി. സ്ത്രീകൾക്കും തെറ്റുപറ്റുന്ന ചില മേഖലകളുണ്ട്. സെക്സിൽ വൃത്തിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഗുഹ്യഭാഗത്തെ രോമങ്ങളും നനവും ദുർഗന്ധവും പലപ്പോഴും നല്ലൊരു ലൈംഗിക ബന്ധത്തിന് തടസ്സമാകാറുണ്ടെന്ന് ചില പുരുഷന്മാർ അഭിപ്രായം പറയാറുണ്ട്. അതുകൂടാതെ ചില പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിലർ യാന്ത്രികമായി അവൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കാറുണ്ട്. പക്ഷെ ആവേശമോ മുൻകൈ എടുക്കലോ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ഇത് പുരുഷനെ നിരാശപ്പെടുത്തും. അവന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആവേശപ്പെടുത്തുന്ന രീതികൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. പങ്കാളിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ചെറിയൊരു ഉത്തേജനം പോലും പുരുഷനെ ഏറെ ആവേശഭരിതനാക്കും.